എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ അതിവിശിഷ്ടമായിട്ടുള്ള പുത്രദാ ഏകാദശിയാണ്. ശ്രാവണ മാസത്തിലെ വരുന്ന ഈ ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ ഷഷ്ഠീവ്രതം എങ്ങനെയാണ് നോൽക്കുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലേ. മുരുകഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം വളരെയധികം ഭക്തിയോട് കൂടിയിട്ട് മുരുകനാമങ്ങളൊക്കെ ജപിച്ചിട്ട് നമ്മൾ വ്രതമെടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുത്രദാ ഏകാദശി വ്രതം നോൽക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും ഈ വ്രതം, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഏകാദശി തന്നെയാണ് പുത്രദാ ഏകാദശി. മഹിഷ്മതി എന്ന രാജ്യത്തിൽ മഹിജിത്ത് എന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം നല്ല രീതിയിൽ തൻ്റെ രാജ്യപരിപാലനം നടത്തി വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വളരെയധികം വലിയൊരു ദുഃഖവും ഉണ്ടായിരുന്നു. കാരണം തൻ്റെ അനന്തരാവകാശിയായിട്ട് മക്കളില്ല എന്നുള്ള വലിയ ഒരു ദുഃഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദുഃഖ നിവാരണത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ആലോചിച്ച് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ലോമേശ മഹർഷിയെ കാണുകയും മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രാവണ മാസത്തിൽ വരുന്ന ഈ പുത്രദാ ഏകാദശി വ്രതം എടുക്കാൻ പറയുകയും ആ വ്രതം അദ്ദേഹം എടുക്കുകയും അദ്ദേഹത്തോടൊപ്പം സർവരും ഈ ഒരു വ്രതം ആചരിച്ചു എന്നുള്ളതാണ് കഥ. അതിനുശേഷം അദ്ദേഹത്തിന് സന്താനലാഭം ഉണ്ടായി എന്നുമാണ് കഥ. അപ്പോൾ ഈ ഒരു വ്രതം നോൽക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളില്ലാത്തവരാണെങ്കിൽ കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ എല്ലാവിധ സർവ്വതരത്തിലുള്ള വിജയങ്ങളും നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. പഠിപ്പിലായാലും ജോലിയിലായാലും അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട്, വിവാഹ തടസ്സം മാറാനായിട്ട്, ഇങ്ങനെ നാനാവിധത്തിൽ നമുക്ക് എന്തെങ്കിലും കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട്, അവരുടെ സർവ്വകരമായിട്ടുള്ള ശ്രേയസ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുത്രദാ ഏകാദശി വ്രതം നോൽക്കുന്നത്. എല്ലാ ദുഃഖങ്ങളും, അവരെ പ്രതിയുള്ള നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ സാധാരണ നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത് പോലെ തന്നെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് രാവിലെ, ഏകാദശി വരുന്നത് ചൊവ്വാഴ്ചയാണ്. ഓഗസ്റ്റ് 5 ചൊവ്വാഴ്ചയാണ് ഏകാദശി വരുന്നത്. തിങ്കളാഴ്ച രാവിലെ 11:42 മുതൽ 5 ചൊവ്വാഴ്ച 1:12 വരെയാണ് ഏകാദശി തിഥിയുള്ളത്. അതുപോലെ തന്നെ ഹരിവാസര സമയം ചൊവ്വാഴ്ച 6:49 മുതൽ, രാവിലെ 6:49 AM മുതൽ വൈകുന്നേരം 7:26 വരെയാണ് ഹരിവാസര സമയം. ഈ ഒരു സമയത്ത് ധാരാളമായിട്ട് നാരായണ നാമം ജപിക്കുക. അതുപോലെ തന്നെ ദ്വാദശി ദിവസം നമ്മൾ പാരണ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് സാധാരണ ഏകാദശി ദിവസങ്ങളിൽ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അറിയുന്ന ധാരാളം ആൾക്കാരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി കൂടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഏകാദശി ദിവസം രാവിലെ നേരത്തെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് വിളക്ക് കൊളുത്തുക എന്നുള്ളത് വളരെ വിശേഷമാണ്, വളരെ ശ്രേഷ്ഠമാണ്, ഐശ്വര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ചെയ്യുന്ന നിരവധി ആളുകളുണ്ടാവും. ഇനിയിപ്പോൾ പ്രത്യേക വിശേഷ അവസരങ്ങളിലെങ്കിലും, നമുക്കിപ്പോൾ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ഇതുപോലെയുള്ള നല്ല ദിവസങ്ങളിലെങ്കിലും നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും ആ ഒരു ദിവസം നെയ്വിളക്ക് കൊളുത്താൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പൂജാമുറിയിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി വയ്ക്കുക. ഭഗവാനോട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, നമ്മുടെ കുട്ടികളെ പറ്റിയുള്ള എന്ത് ആണോ ഉള്ളത് അതെല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കുക, പറയുക. ഭഗവാന്റെ നാമങ്ങൾ ധാരാളമായിട്ട് ജപിക്കുക. എന്തായാലും അതിരാവിലെയൊന്നും നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് പണികളൊന്നും ചെയ്യാൻ തുടങ്ങാറില്ലല്ലോ. അപ്പോൾ ബ്രാഹ്മ മുഹൂർത്തം തുടങ്ങുന്ന സമയത്ത് തന്നെ എണീക്കുകയാണെങ്കിൽ നമുക്കിതിനൊക്കെ സമയം ഉണ്ടാവും. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അമ്പലത്തിൽ പോകണം. ഭഗവാൻ അവിടെയും നെയ്വിളക്ക് വെക്കണം. എല്ലാ അമ്പലങ്ങളിലും നെയ്വിളക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും നെയ്വിളക്ക് വഴിപാടായിട്ട് കഴിക്കാം. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് പാൽപ്പായസമാണ്. പാൽപ്പായസം നമുക്ക് വഴിപാടായിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പാൽപ്പായസം വെച്ച് ഭഗവാന് നേദിക്കാവുന്നതാണ്. ഇനി അതും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ കൽക്കണ്ടമായാലും നമുക്ക് ഭഗവാനായിട്ടൊരു നിവേദ്യം സമർപ്പിക്കാം. എന്തെങ്കിലും ഒരു പഴമാണെങ്കിലും, ഇനിയിപ്പോൾ ചെറിയ ത്രിമുദരം ഉണ്ടാക്കാൻ അറിയുകയാണെങ്കിൽ അതായാലും മതി. ഭഗവാന് എന്തെങ്കിലും ഒരു വഴിപാട്, ഒരു നൈവേദ്യം വഴിപാടായിട്ട് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി സമർപ്പിക്കുക. വളരെ വിശേഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന നല്ല
നല്ലതിൻ്റെയൊക്കെ ഫലങ്ങൾ നമ്മുടെ സന്തതി പരമ്പരകൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളിതൊക്കെ ചെയ്യണം. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വേറൊരാൾ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്യണം അല്ലേ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളല്ലാണ്ട് വേറെ ആരാണ് ചെയ്യാനുള്ളത്? അപ്പോൾ അച്ഛനമ്മമാർ രണ്ടുപേരും ഈ വ്രതം നോൽക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കഴിയാവുന്നതും എല്ലാവരും നോൽക്കുക. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് നോൽക്കുന്ന ആൾക്കാരോട് പറയേണ്ട കാര്യമില്ല, അവരെന്തായാലും ഏകാദശിയൊക്കെ നേരത്തെ കൂട്ടി നോക്കി വെച്ച് നോൽക്കാറുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് സഹസ്രനാമം ജപിക്കാവുന്നതാണ്. ഭഗവാന് നമുക്ക് മാലയൊക്കെ കെട്ടാൻ അറിയുമെങ്കിൽ തെച്ചിയോ മന്ദാരോ അല്ലെങ്കിൽ നന്ദ്യാർവട്ടമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാല കെട്ടി സമർപ്പിക്കാവുന്നതാണ്. തുളസി എന്തായാലും ഏകാദശി ദിവസം നമ്മൾ തുളസിമാല കെട്ടാനായിട്ട് തുളസി നമ്മൾ പൊട്ടിക്കാറില്ല, നേരത്തെ തന്നെ പൊട്ടിച്ച് വെക്കണം. ഇന്ന് രാവിലെ അത് പൊട്ടിച്ച് വെക്കണം. ഇപ്പം സമയം കഴിഞ്ഞുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. എന്തായാലും ഏകാദശി ദിവസം നമ്മൾ തുളസി പൊട്ടിച്ചെടുക്കാറില്ല. ഭഗവതി നമ്മുടെ കൂടെ ഏകാദശി വ്രതം നോൽക്കല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തുളസി പൊട്ടിച്ചെടുക്കാത്തത്. അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ പൂജാ സമയത്ത് ചെയ്യുന്ന പോലെ തന്നെ നാമജപമൊക്കെ കഴിഞ്ഞ് നൈവേദ്യം സമർപ്പിച്ച് ആരതിയൊക്കെ ഭഗവാന് കാണിച്ചതിന് ശേഷം നമുക്ക് രാവിലെ നാമം ജപിക്കുക, അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഏകാദശി ദിവസം നമ്മൾ അരിയാഹാരമൊന്നും കഴിക്കാറില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും ഓരോരുത്തരുടെയും ആരോഗ്യം നോക്കിയിട്ട് വേണം ഏകാദശി വ്രതമൊക്കെ എടുക്കാൻ. പറ്റുമെങ്കിൽ ചെറിയ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വ്രതം നോൽക്കുക. മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം തീരെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഒഴിവാക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും നല്ലത്. അല്ലാത്തവർ ഇതുപോലെ ചെറിയ രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ആരോടും ദേഷ്യപ്പെടാതെ മോശമായിട്ട് സംസാരിക്കാണ്ട് അങ്ങനെയൊക്കെ ആ ഒരു ദിവസം, നാളത്തെ ഒരു ദിവസം കഴിച്ചു കൂട്ടുക. ഭഗവാന്റെ നാമങ്ങൾ മാത്രം മനസ്സിലാലോചിക്കുക, ഭഗവാന്റെ രൂപം മാത്രം മനസ്സിലാലോചിക്കുക. അങ്ങനെ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞു കൂടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സന്താനഗോപാല മന്ത്രം ജപിക്കുക. എല്ലാവർക്കും അറിയുന്ന ഒരു നാമമാണ്. അപ്പോൾ ഈ ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ തനയം കൃഷ്ണ ത്വമഹം ശരണം ഗത എന്നുള്ള ഈ നാമം ദിവസവും ജപിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ദിവസവും വളരെ വിശേഷമാണ്, ദിവസവും 12 തവണയെങ്കിലും ജപിക്കുക എന്നുള്ളത് വളരെ വിശേഷമാണ്, വളരെ ശ്രേയസ്കരമാണ്, നമ്മുടെ കുട്ടികളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ജപിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ജപിക്കുക. 12 നാമമെങ്കിലും നാളത്തെ ദിവസം ജപിക്കുക. ഈ 108 തവണ ജപിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ വിശേഷമായി. ഓരോരുത്തരുടെയും സമയം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് യഥാവിധി നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ദാനധർമാദികൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം നമുക്ക് ദാനമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. എല്ലാവർക്കും സാധിച്ചോളണം എന്നില്ല. ഓരോരുത്തരുടെയും അവസ്ഥകൾ വളരെ പലതരത്തിലുള്ള അവസ്ഥകളിൽ ജീവിക്കുന്ന ആൾക്കാരാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷേ നാമം ജപം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ദാനം ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മളെക്കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾക്ക് മറ്റൊരാൾക്ക്, അത് അർഹതപ്പെട്ട ആൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഏകാദശി ദിവസം ഏറ്റവും ഭംഗിയായിട്ട് ആ ഒരു ദിവസം ഭഗവാന്റെ എല്ലാ അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണല്ലോ, ഭഗവാന്റെ അനുഗ്രഹമാണല്ലോ. അപ്പോൾ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഭഗവാനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നാമങ്ങൾ ധാരാളമായിട്ട് ജപിക്കുക. ഭഗവാനെ മനസ്സിൽ സദാസമയം കൊണ്ട് നടക്കുക. ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുക. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.